കോടതിയിൽ പോകാനുള്ള അവകാശം ദയവായി ചോദ്യം ചെയ്യരുത്. കോടതിയിൽ കോടതിയിൽ പോകാനുള്ള അവകാശത്തെ ശ്രീ രാഹുൽ ഈശ്വർ, കോടതിയിൽ പോകാനുള്ള അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ദീപക് പ്രകാശ് പറഞ്ഞത് എതിർകക്ഷിയുടെ വാദം കേൾക്കാതെ, അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാതെ, അതിനോട് DC ബുക്സിന്റെ മാനേജർ ശ്രീകുമാർ കൂട്ടിച്ചേർത്തു, ഞങ്ങൾക്ക് ഇതുവരെ ഒരു നോട്ടീസ് പോലും ലഭിച്ചിട്ടില്ല എന്ന്. അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് കേൾക്കാതെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ അസ്വാഭാവികതയാണ് ഒരുപക്ഷെ ദീപക് പ്രകാശ് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയല്ല. 2007 ഞാൻ തന്നെ ശ്രീ MF ഹുസൈന് അവാർഡ് കൊടുക്കുന്നതിനെതിരെ കോടതിയിൽ പോയപ്പോൾ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ HL ദത്തു ആയിരുന്നു ചീഫ് ജസ്റ്റിസ്. എതിർഭാഗത്തിന്റെ വാദം കേൾക്കാതെ തന്നെ ഇമ്മീഡിയറ്റ്ലി അവാർഡിന് സ്റ്റേ തന്നു. അതൊരു താൽക്കാലിക വിധി മാത്രമാണ്, ഫൈനൽ വേർഡിക്റ്റ് അല്ല. കാര്യം ഇഷ്യൂവിന്റെ ഗ്രാവിറ്റി അത്രമാത്രമുണ്ട്. ഈ ദുരാരോപണങ്ങൾ, അടിസ്ഥാനമില്ലാത്ത വ്യാജ ആരോപണങ്ങൾ അന്താരാഷ്ട്ര ഗൂഢാലോചനാ സംഘം മാതാ അമൃതാനന്ദമയ്ക്കെതിരെ ആരോപിക്കുന്നത്, അമൃതാനന്ദമയെ പോലൊരു സെക്കുലർ സെയിന്റ്, എല്ലാവരെയും ജാതിമത ഭേദമന്യേ ഒരുപോലെ കാണുന്നൊരു വ്യക്തിയെ അവഹേളിക്കുന്നത് ഇവിടെ മതസൗഹാർദ്ദം തകർക്കാനാണ്. ഇതിന്റെ പിന്നിൽ ചില സ്ഥാപിത താല്പര്യക്കാരുണ്ടെന്നുള്ള സംശയം കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ട്. അത് വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ പ്രകടിപ്പിച്ചതുമാണ്. അപ്പൊ ഇത്രയും ദുരുദ്ദേശം രാഹുൽ ഈശ്വർ ആരോപിക്കുന്നത് പോലെ ഈ കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാനുള്ള വലിയൊരു ഗൂഢാലോചന, അതിൻ്റെ ഭാഗമായി ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നു. അതിന് DC ബുക്സും ഒരു കരുവായി നിൽക്കുന്നു. അതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? മതസ്പർദ്ധ തകർക്കും വിധത്തിൽ അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ, നമ്മൾ നേരത്തെ കേട്ട ആരോപണങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും പരാമർശങ്ങൾ ഈ പുസ്തകത്തിലുണ്ടോ? യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിനകത്ത് ഗെയിൽ ട്രെഡ്വെല്ലിൽ അവരുടെ ആത്മകഥയ്ക്കകത്ത് വിവരിച്ച കാര്യങ്ങളെ കൂടുതൽ വിശദമായി പരിശോധിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ് ബ്രിട്ടാസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടാസിന്റെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയുന്നു. അതിനകത്ത്, ആ പുസ്തകത്തിനകത്ത് ഒരു സമുദായത്തെയോ ഒരു മതത്തെയോ ഒരു ജാതിയെയോ ഒരു ഏതെങ്കിലും ലിംഗത്തെയോ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദേശത്തെയോ എതിർത്തുകൊണ്ടോ പ്രത്യേകമായി അനുകൂലിച്ചുകൊണ്ട് ഉള്ള ഒരു തരത്തിലുള്ള പരാമർശവുമില്ല. എന്ന് മാത്രമല്ല, ഹിന്ദു സംസ്കാരത്തെ ഗെയിൽ ട്രെഡ്വെൽ വളരെ ബഹുമാനത്തോടുകൂടി കാണുന്നു എന്ന് അതിൽ പ്രത്യേകമായി എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ മതസ്പർദ്ധയുടെയോ മതവികാരം വ്രണപ്പെടുത്തുന്നതിൻ്റെയോ യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും ഇല്ല എന്നുള്ളത് പുസ്തകം വായിച്ച ഏവർക്കും മനസ്സിലാവുന്നതാണ്. അങ്ങനെ ഉള്ള ഒരവസരത്തിൽ ഇത് മതസ്പർദ്ധ വളർത്തുന്നു എന്ന് ഉള്ള ഒരു ആരോപണം കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഇവിടെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്രയും ഗൗരവമുള്ള ചില സംഗതികളിൽ എതിർഭാഗത്തിന്റെ വാദം കേൾക്കാതെ തന്നെ ചില തീരുമാനങ്ങളിലെത്താൻ, തൽക്കാലത്തേക്കെങ്കിലും ചില തീരുമാനങ്ങളിലെത്താൻ കോടതികൾ തയ്യാറായിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങളുമുണ്ട്. അതിലൊന്നായി ഇതിനെ കാണാൻ സാധിക്കുമോ? രാജീവ്, എനിക്ക് പറയാനുള്ളത്, ആദ്യം എൻ്റെ പ്രിയപ്പെട്ട ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഹുൽ പറഞ്ഞതുപോലെ ഈ കേസിൽ ചെയ്യേണ്ടിയിരുന്ന ഒരു ഘടകം, കഴിഞ്ഞ ഒരു 19 വർഷമായി വിവിധ കോടതികൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പരിചയമുള്ള ഒരാളെന്ന എനിക്ക് പറയാനുള്ളത്, രാഹുൽ പറഞ്ഞ കാര്യങ്ങളെ അതേ തലത്തിൽ തന്നെ എടുത്തുകൊണ്ട് പറയുകയാണ്. ഇത്രയും പ്രാധാന്യമുള്ള കേസുകളിൽ സാധാരണ കോടതികൾ ചെയ്യുന്നത് ഒരു അടിയന്തര നോട്ടീസ് ഇഷ്യൂ ചെയ്ത് ആവശ്യമെന്ന് കണ്ടാൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിന് ഇതിൻ്റെ സ്റ്റേ ചെയ്തുകൊണ്ട് അടിയന്തരമായി വാദം കേൾക്കുക എന്നുള്ളതാണ് രീതി. അല്ലാണ്ട് രാഹുൽ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ഒരു അടിയന്തര ഘട്ടമാണ്, നാട്ടിലാകെ വർഗീയതകൾ ഉണ്ടാകും, ആളുകൾ തമ്മിൽ തല്ലും, ഇത് പ്രശ്നങ്ങളാകും, ഇത് നമ്മുടെ രാജ്യത്തിന് സ്വൈര വ്യവഹാരം നടത്താനുള്ള, ആളുകളുടെ സ്വൈരമായി ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവില്ല എന്ന അവസ്ഥയുണ്ടെങ്കിൽ നിർബന്ധമായും കോടതിക്ക് ഇടപെടാം. പക്ഷേ ഈ കേസിലുണ്ടായിട്ടുള്ളത് വേറൊരു ഘടകമാണ്. പ്രധാനമായും പറയുന്നത് 1-2 ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് സ്റ്റേ കൊടുത്തുകൊണ്ട് കോടതിക്ക് ഇത് കേൾക്കാമായിരുന്നു. ഇപ്പോൾ DC ബുക്കിൻ്റെ നമ്മളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു നോട്ടീസും കൊടുക്കാതെ, ഡൽഹി ഹൈക്കോർട്ടിലാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് നോട്ടീസുണ്ട്, കേരള ഹൈക്കോർട്ടിൽ ഇതില്ല ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒന്നും കൊടുക്കാതെ ഏകപക്ഷീയമായി, അതായത് എന്താണ് എക്സ്പാർട്ടി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതും ഒരു 3 മാസത്തോളം ഉള്ള ഒരു വിധി. അതിൽ ചില അസ്വാഭാവികങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ രാഹുൽ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ വിയോജിക്കുകയാണ്. രാഹുൽ, ഞാൻ ഇതിൻ്റെ ഭാഗമായി ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു മുഴുവൻ സമയ അഭിഭാഷകനാണ്. കോടതിയിലെ 1-2 ഒരുപാട് ജഡ്ജിമാർ, നമ്മളുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ 20% ജഡ്ജിമാരെ കുറിച്ച് ഒരു മോശമായ അഭിപ്രായം നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ കൂടി പോലും കോടതിയെക്കുറിച്ച് മോശമായി പറയാനോ ജഡ്ജിമാരെക്കുറിച്ച് മോശമായി പറയാനോ ഞാൻ ആളല്ല. അത് പറയുന്നത് ശരിയല്ല. അത് ഞാൻ എൻ്റെ മുഖത്തിന് തുപ്പുന്നത് പോലെ തന്നെയായിരിക്കും. ജഡ്ജിമാരെക്കുറിച്ചോ ഈ ജുഡീഷ്യൽ സംവിധാനത്തെക്കുറിച്ചോ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് 100% വിശ്വാസമുണ്ട്. 1-2 ആളുകൾ അവിടെയും ഇവിടെയും ഉണ്ടാകാം. കേസുകളൊക്കെ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു തരത്തിലും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എനിക്ക് വ്യക്തമായ വിശ്വാസമുണ്ട്. കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഒരു നടപടിക്കും ഒരു പ്രസ്താവനയും ഞാൻ ചെയ്യില്ല. അതിന് ഞാൻ മുതിരുകയുമില്ല. ഈ കേസിൽ രാഹുൽ ഇപ്പോൾ പ്രതിദാനം ചെയ്യുന്ന ആളുകൾ പോയതുപോലെ തന്നെ അപ്പുറത്തുള്ള ആളുകൾക്ക് അപ്പീൽ കോടതിയുണ്ട്. വളരെ സുതാര്യമായി തന്നെ കോടതിയെ സമീപിച്ചുകൊണ്ട് യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രാജീവ് ശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്രയും കാലമായി ഇതിൻ്റെ പേരിൽ ഒരു വർഗീയ ലഹളയും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കേരളം അത്രയൊക്കെ താഴ്ന്ന ഒരു സംസ്ഥാനമാണോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. റീസണബിളായി ചിന്തിക്കാനും യുക്തിഭദ്രമായി തീരുമാനമെടുക്കാനും കഴിവുള്ള ഒരു ജനക്കൂട്ടമല്ലേ നമ്മളുടെ നാട്ടിലുള്ളത്. ഈ ഒരു അവസരത്തിൽ ആരെങ്കിലും ഒരു ബുക്ക് എഴുതിയാലോ ഒരു പുസ്തകത്തിൽ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാൾ ഒരു പരാതി കൊടുത്താലോ അതൊക്കെ ഇത്രയും ഇമോഷണലായി എടുത്തുകൊണ്ട് സ്വാമിയെ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? ഇതുപോലെ ആളുകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തേണ്ട കാര്യം ഇതിലുണ്ടോ? എനിക്ക് ഈ അവസരത്തിൽ മിസ്റ്റർ രാഹുലിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ കാര്യത്തെ വളരെ സഹിഷ്ണുതയോട് കൂടിയിട്ട് വളരെ മാന്യമായി കാണുകയും എന്താണ് സത്യമെന്ന് അറിയാനുള്ള മനുഷ്യൻ്റെ അവകാശം. ഒരുപാട് സാധാരണക്കാരായിട്ട് ആളുകൾ ഇതിൽ ദുരൂഹതയിലാണ്. അവർക്ക് ഞാനടക്കം എനിക്കും അറിയില്ല എന്താണ് സത്യം. ഇങ്ങനെ ഒരു സ്ത്രീ പറയുന്നു ഇങ്ങനെ നടന്നു എന്ന്, അവർ പറയുന്നു നടന്നില്ല എന്ന്. അപ്പോൾ 2 തർക്കം നിലനിൽക്കുമ്പോൾ അതിലുള്ള ഏക ആശ്വാസം ഒരു ക്രെഡിബിൾ ഏജൻസി ഇത് അന്വേഷിക്കട്ടെ, ഈ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കട്ടെ, എന്നിട്ട് സത്യം എന്താണെന്ന് കണ്ടെത്തട്ടെ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇവർ പറഞ്ഞെല്ലാം സത്യമല്ലാതാകട്ടെ, ഇതെല്ലാം തെറ്റാകട്ടെ, ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ പോകട്ടെ. കാരണം ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നശിക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ ഒരു കാരണവശാലും ഒരു അന്വേഷണമില്ലാതെ ഒരു വിശദീകരണമില്ലാതെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? രാഹുൽ ഈശ്വർ, അത് ദീപക് പ്രകാശ് പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്. ഒരു ആരോപണമുണ്ടാകുന്നു, അത് അമൃതാനന്ദമയി മഠത്തിനെതിരെയാണ്, അവിടുത്തെ അന്തേവാസികൾക്കെതിരെയാണ്. ആ ആരോപണം എങ്ങനെയാണ് ഒരു മതത്തിനെതിരായ ആരോപണമായി വ്യാഖ്യാനിക്കുക? അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകി എങ്ങനെയാണ് കോടതിയെ സമീപിക്കുക? ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ ഒരു തീരുമാനമുണ്ടാവുക. ഇതൊക്കെയാണ് ഒരുപക്ഷെ സംശയങ്ങൾക്ക് വഴിവെക്കുന്നത്. ബ്രഹ്മചാരി സിദ്ധേശ്വർ സായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിൽ മുമ്പത്തെ ചീഫ് ജസ്റ്റിസ് PB ഗജേന്ദ്ര ഖഡ്കറെ കോട്ട് ചെയ്ത് 90കളുടെ മധ്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഹിന്ദു എന്നൊരു വേ ഓഫ് ലൈഫാണ്, ഒരു മതത്തെക്കാൾ ഉപരി എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ചാർവാകനും നിരീശ്വരവാദിയായ വീര സവർക്കറാണ് ഹിന്ദുത്വം എന്ന വാക്ക് പറയുന്നത്. അങ്ങനെ ചാർവാകന്മാരെ അടക്കം ഉൾക്കൊള്ളുന്ന വിശാല സാംസ്കാരിക ധാര തന്നെയാണ് ഹൈന്ദവം. അതിനുള്ള കാര്യത്തിൽ ആർക്കും എതിർപ്പില്ല. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതുപോലെ ചില ആൾക്കാർക്ക് ഇതൊരു ഗൂഢാലോചനയാണോ എന്ന് സംശയമുണ്ട്. വിദേശത്തെ ചില ഏജൻസികളടക്കം, നിർബന്ധിത മതപരിവർത്തനം ഇന്ത്യയിൽ നടക്കുന്ന ആളുകളടക്കം ഇത് ആത്മീയ നേതാക്കളെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല പരിപാടികളിലും ഞാൻ തന്നെ പങ്കെടുത്തു. വരുന്ന പല ഹിന്ദുക്കളും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽ നിന്നാണ്. അവർ വരികയും അമൃതാനന്ദമയോട് താല്പര്യമില്ലാത്തവർ പോലും വന്ന് പറയുന്നു ഇത് ഞങ്ങളെ ആക്രമിക്കുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അസംഘടിത ഭൂരിപക്ഷം സടകുടഞ്ഞെഴുന്നേക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് ഒരു വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാണ്. ചിന്മയാനന്ദ സ്വാമിജിയുടെയും ശ്രീ രവിശങ്കർജിയുടെയും സായിബാബയുടെയും അടക്കം എല്ലാ സന്യാസിമാരും പങ്കെടുത്ത, ലക്ഷത്തോളം പേര് പങ്കെടുത്ത ധർമ്മരക്ഷാ സംഗമം ഒക്കെ ഇത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ചെടുത്തത് ആരുടെയും സംഘാടന മികവോ എന്നതിനേക്കാൾ ഉപരി ഒരു സാധാരണ ഹിന്ദു ഓൺ ദ സ്ട്രീറ്റ് ഫെൽറ്റ് പെർസിക്യൂട്ടഡ് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കൊന്നെങ്കിൽ ഇതിനെ വർഗീയതയായി കണ്ട് കണ്ണടയ്ക്കാം, പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു ഗൗരവമായ ചോദ്യമുണ്ട്. ഒരു ഹിന്ദു ശ്രീ രാഹുൽ ഈശ്വർ, ആ ചോദ്യം തന്നെ, താങ്കൾ ഉന്നയിക്കുന്ന ചോദ്യം പോലും അഭിമുഖീകരിക്കപ്പെടണമെങ്കിൽ ഇപ്പോൾ ദീപക് പ്രകാശ് ചൂണ്ടിക്കാണിച്ച പോലെ സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം. ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്നൊരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടത്തി വസ്തുതയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിലേക്ക് നയിക്കാതെ അത്തരം അന്വേഷണങ്ങളെപ്പോലും എതിർക്കുന്ന വിധത്തിൽ, അതിനുള്ള ശ്രമങ്ങളെപ്പോലും പരാജയപ്പെടുത്തുന്ന വിധത്തിൽ, അത് ആവശ്യപ്പെടുന്നവരെ ആക്രമിക്കുന്ന വിധത്തിൽ, ആ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം നിരോധിക്കണം അല്ലെങ്കിൽ തടയണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന വിധത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ആരാണ് യുക്തിയെ അല്ലെങ്കിൽ സത്യത്തെ എതിർക്കുന്നത് എന്ന ചോദ്യമല്ലേ പ്രധാനമായും ഉയരുക?
ഇതിന്റെ പേരിൽ കായികമായി ആരെങ്കിലും ആക്രമിച്ചാൽ ഒരു കാരണവശാലും ഒരു അയോട്ട പോലും അതിനെ ന്യായീകരിക്കില്ല. ദീപക് പ്രകാശ് സാർ പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് അറിയണമെന്നും ഇത് യാതൊരു തെറ്റുമില്ലെന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് സത്യമെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്നെ. എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ആരോപണങ്ങൾക്ക് ഗ്രാവിറ്റി ഇല്ല, ഡെപ്ത് ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ CBI അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞത്. ഒരു തെളിവായി ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് 2002 സെപ്റ്റംബർ 24 ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ദുരൂഹ മരണങ്ങൾ എന്ന അവരുടെ വാർത്ത തെറ്റാണെന്നും അവരുടെ ബന്ധുക്കളോട് വെരിഫൈ ചെയ്തു എന്നും ആ വാർത്തയ്ക്ക് സമസ്താപരാധം പറയുന്ന ഒരു പത്ര കട്ടിംഗ് ആണ്. അപ്പം പലപ്പോഴും മീഡിയയിൽ വരുന്ന വാർത്ത വെരിഫൈഡ് അല്ല. ഈ ആരോപണങ്ങൾക്ക് കുറച്ചെങ്കിലും കഴമ്പുണ്ടായിരുന്നെങ്കിൽ കോടതി എടുക്കില്ലായിരുന്നോ, പോലീസ് സംവിധാനങ്ങൾ എടുക്കില്ലായിരുന്നോ, രാഷ്ട്രീയക്കാർ തൊടില്ല എന്ന് പറയാം. പക്ഷെ അപ്പോഴും ആലോചിക്കണം, VM സുധീരനും VS അച്യുതാനന്ദനും രമേശ് ചെന്നിത്തലജിയും ഉമ്മൻചാണ്ടി സാറും അടക്കമുള്ള എല്ലാ കക്ഷിയിലെ നേതാക്കൾ അമൃതാനന്ദമയെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടെടുത്തത്, കോടതി എടുത്തത്, പോലീസ് എടുത്തത്, ആരോപണങ്ങൾ പലതും ബാലിശവും ഔട്ട്ലാൻഡിഷും അമൃതാനന്ദമയി ചൊവ്വാഗ്രഹത്തിൽ നിന്ന് വന്നതെന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇവരുടെ കൂട്ടർ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പൊ ഇതിന് ഗ്രാവിറ്റി അത്രത്തോളം കുറവാണ്. അത് തെളിയിക്കാൻ സാധിച്ച ശ്രീ ദീപക് പ്രകാശിന് ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം ആ CBI അന്വേഷണം വേണ്ട രീതിയിൽ പോലുള്ള ഗ്രാവിറ്റി ഇതിനില്ല, വെറും ഒരു സ്മോക്ക് സ്ക്രീൻ മാത്രമാണെന്ന് ജുഡീഷ്യറിയുടെ കാഴ്ചപ്പാട് കൂടെ ദയവായി കണക്കിൽ എടുത്തുകൊണ്ട് മാത്രമേ ഈ ചർച്ച. അതുപോലെ താങ്കളുടെ ഹർജിയാണ് ഇന്ന് കീഴ്ക്കോടതിക്ക് സമർപ്പിക്കാൻ പറഞ്ഞ ഹൈക്കോടതി തള്ളിയത്. അത് തള്ളിയത് കൊണ്ട് മാത്രം ഈ ആരോപണങ്ങളൊക്കെ വെറും പുകമറയാണ്, ജുഡീഷ്യറി ഇത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം അന്വേഷണം ആവശ്യമില്ല എന്നൊരു നിഗമനത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുക? ഇത് എനിക്ക് തീർത്തും തെറ്റാണത്. കാരണം രാജീവ്, എനിക്ക് പറയാനുള്ളത്, എൻ്റെ കേസിൽ ഇന്ന് കോടതി വാദം കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ സുപ്രീം കോടതിയിലായിരുന്നു. ഞാൻ ഇന്ന് ഡൽഹിയിലായിരുന്നു. എൻ്റെ കേസിൽ വാദം കേട്ടിട്ടില്ല. ഈ കേസ് ആദ്യം വന്ന് ജസ്റ്റ് രാമകൃഷ്ണൻ്റെ മുമ്പിൽ വന്നപ്പോൾ അതിലെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹം ഇതൊരു പൊതു താല്പര്യ ഹർജി കേസാണ് എന്നും ഈ കേസ് ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇത് ചീഫ് ജസ്റ്റിസിന് മുമ്പിലേക്ക് പോസ്റ്റ് ചെയ്തു. ഇന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കേസിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. പെർ എൻക്വയറിയം എന്നാണ് ഞങ്ങൾ ഇതിന് ഉപയോഗിക്കുന്ന വാക്ക്. CBI എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് വന്നാൽ അത് മജിസ്ട്രേറ്റ് കോടതിക്ക് യാതൊരു തരത്തിലുള്ള അധികാരം അതിലില്ല. അതിൽ വാദം കേട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് വാദം കേട്ടതിന് ശേഷമാണ് ഉണ്ടാകേണ്ടത്. ഇത് അഡ്മിറ്റ് പോലും ചെയ്യാതെ, അതായത് സിംഗിൾ ജഡ്ജ് അഡ്മിറ്റ് ചെയ്ത് എമർജൻറ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത ഒരു കേസ് ഡിവിഷൻ ബെഞ്ചിൽ വരുമ്പോൾ അത് വാദം പോലും കേൾക്കാതെ 2 വാക്കിൽ പറഞ്ഞുകൊണ്ട് അത് ഡിസ്മിസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഇത്രത്തോളം എനിക്കറിയാം, നമ്മളുടെ ചീഫ് ജസ്റ്റിസിന് മലയാളം അറിയില്ലായിരിക്കാം, മലയാള വാർത്തകളും നമ്മളുടെ കാര്യങ്ങൾ ഈ നാടിൻ്റെ സ്പന്ദനം നേരിട്ട് അറിയാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ല. ഒന്നും മനസ്സിലാക്കാതെ നേരിട്ട് തന്നെ അത് പെട്ടെന്ന് കൂടെ ഒരു ജഡ്ജ് കൂടി ഉണ്ടായിരുന്നു. എനിക്കറിയില്ല എന്താണ് ഈ കേസിൽ ഇന്ന് സംഭവിച്ചത് എന്ന്. ഒരു ദീർഘമായ വാദം കേൾക്കണ്ടേ? ഞാൻ നിരവധി ജഡ്ജ്മെൻറ്റ്സ് അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കണ്ടീഷനിലാണ് CBI എൻക്വയറി നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നിന്നും സെക്ഷൻ 154 പ്രകാരം ഉണ്ടാവേണ്ട ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം ലളിതാകുമാരി ജഡ്ജ്മെന്റിലെ വയലേഷൻ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും തന്നെ പരിഗണിക്കാതെ 1 മിനിറ്റ് പോലും വാദം കേൾക്കാതെ ഒരു കേസ് തള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ഒരു മിനിറ്റ് പോലും വാദം കേൾക്കാതെ തള്ളുന്ന ഒരവസ്ഥ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു അഭിഭാഷകൻ എന്നുള്ളത് ഞാനത് ബഹുമാനിക്കുന്നു. കാരണം കോടതി ഇത് മുഴുവൻ പഠിച്ച് എല്ലാം തയ്യാറായിട്ട് വന്ന് ഇതിന് ഒന്നുമില്ല. രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഒരു പ്രാധാന്യവുമില്ല. ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിരവധിയായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ഒരു വിഷയമേ അല്ല, ഇതൊന്നും ഒരു പ്രാധാന്യവുമില്ല എന്നാണ് കോടതി കാണുന്നതെങ്കിൽ എനിക്കിത് സുപ്രീം കോടതി ചലഞ്ച് ചെയ്യാൻ മാത്രമേ കഴിയൂ. വേറെ എൻ്റെ മുമ്പിൽ വേറെ ഒരു രീതിയുമില്ല. ഈ കേസിൽ എനിക്ക് പറയാനുള്ളത്, ഇന്നുണ്ടായിട്ടുള്ള വിധി വളരെ നിരാശാജനകമാണ്. ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ കേസിൽ വ്യക്തിപരമായ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കാൻ താങ്കൾ ആലോചിക്കുന്നു?
നിർബന്ധമായും ഞാൻ അടിയന്തരമായി കോപ്പി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് സുപ്രീം കോടതിയിൽ സമീപിക്കും. അത് കൂടാതെ ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്ത എൻ്റെ കേസ് പെൻഡിംഗ് ആണ്. അത് മെയ് 2-ന് വാദം കേൾക്കും. അതിനു മുമ്പ് തന്നെ ഈ കേസ് കൂടി സുപ്രീം കോടതിയിൽ കൊടുന്നുകൊണ്ട് 2 കേസും കൂടി ഒരുമിച്ച് കേൾക്കണം. എനിക്ക് മാതാമൃതാനന്ദ ദേവിയെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ആളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ ആരുടെയും വിശ്വാസത്തിന് ഒരു തരത്തിലും എതിരല്ല. എനിക്ക് അവർ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. അതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ, ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില തോന്നലുകളാണ്. ഇത് ഒരു തരത്തിലും ഗൂഢാലോചനയോ ഒന്നുമല്ല. എനിക്ക് തോന്നിയതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഒന്ന് അന്വേഷിച്ചുകൂടാ? എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി